ഇങ്ങോട്ട് നോക്കിയേ. ഫോണും കുത്തിക്കൊണ്ടിരിക്കാതെ ഞാൻ കണ്ട തുണി വിരിച്ചിടാൻ പോവാ. വെയിലത്തോട്ട് ഇടട്ടെ ഈ തുണിയെല്ലാം. ഞാൻ വരുമ്പോഴത്തേന് ആ അരി ഊറ്റി പാലടുപ്പ വെച്ചിട്ടുണ്ട്. അത് നോക്കി അതിന്റെ തീയെല്ലാം ഓഫ് ചെയ്ത് അരി ഊറ്റി വെച്ചേക്കണം. കഞ്ഞിവെള്ളം കളയരുത്, എനിക്ക് എന്റെ സാരിയെ മുക്കാനുണ്ട്. ഞാൻ പോവാ. ഞാൻ നോക്കിക്കോളാം. എടി നിന്നോടായി പറയുന്നത്. ഒരു കാര്യം തന്നെ എന്തിനാ ഇത്രയും പ്രാവശ്യം പറയുന്നേ? എനിക്കറിയാം നീ ചെയ്യത്തില്ലെന്ന്, അതുകൊണ്ടായി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ ഇരുന്ന് പറയാൻ എന്റെ തലയ്ക്ക് വട്ടൊന്നുമില്ല. പൊക്കോ. ദൈവമേ, അരി ഊറ്റാൻ മറന്നു പോയല്ലോ. ഇന്ന് എന്നെ കൊല്ലും. അരി ഊറ്റിയോ അമ്മേ? ഞാൻ അരി ഊറ്റാൻ വരുമായിരുന്നു. ഇപ്പോഴെങ്കിലും വന്നല്ലോ അരി ഊറ്റാനായിട്ട്. കറക്റ്റ് സമയമാ. ഇപ്പോഴാകുമ്പം അരി ഊറ്റേണ്ട കാര്യമില്ല. അങ്ങോട്ട് വന്ന് ഇച്ചിരി ശർക്കര ഇങ്ങോട്ട് പൊടിച്ച് അതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ മതി. പായസം റെഡിയായി. അരി ഊറ്റാൻ വന്നേക്കുന്നവള്. അരി വെന്ത് അതിന്റെ വഴിക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേന് അരി ഊറ്റാൻ വന്നേക്കും അവള്. എന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത് നോക്കത്തില്ല. എന്റെ അടുക്കൽ നിങ്ങനെ പൊക്കോ. ചിലപ്പോ ഞാൻ ഇതുകൊണ്ട് എറിഞ്ഞാൽ തല വല്ലതും പൊട്ടിച്ചു കളയും. മനുഷ്യനെ കഞ്ഞി കുടിച്ച് ജീവിക്കാനും സമ്മതിക്കാത്ത പിള്ളേരുണ്ടോ? ഇത് എവിടെ ഉണ്ട് ഇതുപോലത്തെ പിള്ളേര്? ഞാൻ കുറച്ചു മുമ്പ് വന്ന് നോക്കിയപ്പോ അത് വെന്തിട്ടില്ലായിരുന്നു. അതാ ഞാൻ ഊറ്റാതെ പോയത്. ഇപ്പൊ ഞാൻ ഊറ്റാൻ വന്നപ്പോഴത്തേ അമ്മ ഊറ്റി. ഇനിയിപ്പൊ കുറ്റം എന്റേതായോ? എന്തോ ചോദിച്ചാലും കുറെ ന്യായീകരണങ്ങളുണ്ടല്ലോ നിനക്ക് പറയാനായിട്ട്. ഇതുവരെ ഒരു അരി വെന്തോ നോക്കാൻ അറിയത്തില്ല. നിന്നെയൊക്കെ ഓരോ പണി ഏൽപ്പിക്കുന്നത് എന്റെ തലമണ്ടയ്ക്ക് വേണോ ആദ്യം തരാനായിട്ട്?